ഹരേ കൃഷ്ണ, പ്രണാമം. ശ്രീ ഭഗവാനുവാചയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ ഭഗവാനുവാചയിലൂടെ അമൂല്യമായ ആധ്യാത്മിക വിഷയങ്ങൾ വളരെ ചുരുക്കത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നാമജപത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. ഭഗവാന്റെ നാമം എന്നാൽ ഭഗവാനിൽ നിന്നും യാതൊരു വ്യത്യാസവുമില്ല. ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധത്തിൽ ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് അജാമില എന്നൊരു ബ്രാഹ്മണനെ പറ്റി പറയുന്നുണ്ട്. തന്റെ ചെറുപ്പത്തിൽ അജാമില വളരെ നല്ലൊരു ബ്രാഹ്മണനായിട്ടാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം വൈദിക ശാസ്ത്രങ്ങളിൽ വിശ്വസിച്ചിരുന്നു, വേദമന്ത്രങ്ങൾ ഉരുവിട്ടിരുന്നു. അദ്ദേഹം അസൂയാരഹിതനും സത്യസന്ധനുമായിരുന്നു. എല്ലാ ഗുണങ്ങളോടു കൂടിയുള്ള ശുദ്ധ ബ്രാഹ്മണനായിട്ടാണ് അദ്ദേഹം തന്റെ ചെറുപ്പത്തിൽ ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് എല്ലാ ജീവജാലങ്ങളോടും കരുണയുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ചെറുപ്പത്തിൽ നാരായണനെ ആരാധിച്ചിരുന്നു. ഒരിക്കൽ അജാമില തന്റെ പിതാവിന്റെ നിർദ്ദേശപ്രകാരം കായ്കനികളും കുശപ്പുല്ലും ശേഖരിക്കുന്നതിനായി കാട്ടിലോട്ട് പോവുകയുണ്ടായി. പോകുന്ന വഴിയിൽ വെച്ച് അദ്ദേഹം ഒരു അധമനായ വ്യക്തി ഒരു വേശ്യാസ്ത്രീയെ പരസ്യമായി ആലിംഗനം ചെയ്ത് ചുംബിക്കുന്നത് കാണാനിടയായി. ഇത് കണ്ട അജാമിലയ്ക്ക് തന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതായി. അദ്ദേഹം മായക്ക് അടിമപ്പെട്ടുപോയി. എപ്പോഴും അജാമിലിന്റെ ചിന്തയിൽ ആ സ്ത്രീ മാത്രമായി. അങ്ങനെയിരിക്കെ തന്റെ പിതാവിന്റെ മരണശേഷം അജാമിലൻ അവളെ തന്റെ വേലക്കാരിയായി നിയമിച്ചു. തന്റെ ബ്രാഹ്മണ പത്നിയെ മറന്നുകൊണ്ട് അജാമില ആ സ്ത്രീയോട് സമ്പർക്കം പുലർത്തുവാൻ തുടങ്ങി. തന്റെ പൂർവികമായി ലഭിച്ച സ്വത്തുക്കൾ മുഴുവൻ അവൾക്കു വേണ്ടി ചെലവഴിക്കാൻ തുടങ്ങി. ഒടുവിൽ തന്റെ സ്വത്തുക്കൾ മുഴുവൻ തീർന്ന അജാമില കള്ളച്ചൂതുകളിയും മോഷണവും ചെയ്യുവാൻ തുടങ്ങി. ആ സ്ത്രീയെയും അവളിൽ തനിക്കു ജനിച്ച 10 പുത്രന്മാരെയും സംരക്ഷിക്കുവാൻ വേണ്ടി. ഇതിൽ ഇളയ പുത്രൻ അജാമിലിന് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. തന്റെ മുജ്ജന്മ സുഹൃതി കൊണ്ട് അജാമില ആ കുഞ്ഞിന് നാരായണ എന്ന നാമമായിരുന്നു നൽകിയിരുന്നത്. അജാമില തന്റെ ഇളയ പുത്രനെ സദാ നാരായണ നാരായണ എന്ന് വിളിക്കുമായിരുന്നു. അജാമിലൻ സദാ ഭഗവാന്റെ നാമം ഉച്ചരിക്കുകയും അത് ശ്രവിക്കുകയും ചെയ്യുന്നത് വഴി അദ്ദേഹം അറിയാതെ അദ്ദേഹം ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടായിരുന്നു. അതാണ് നാമജപത്തിന്റെ ശക്തി. അങ്ങനെയിരിക്കെ അജാമിലന്റെ അന്ത്യവേള ആഗതമായി. 3 ഭീകര വ്യക്തികൾ കയ്യിൽ കയറുമായി തന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് പേടിച്ച് വിറച്ച് അജാമില തന്റെ ഇളയ പുത്രനെ വിളിക്കുകയുണ്ടായി, നാരായണ നാരായണ എന്ന്. ചെറുപ്പത്തിൽ അജാമില നാരായണനെ ആരാധിച്ചിരുന്നു. ഭഗവാന് ഭക്തിയുത സേവനം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ കാരുണ്യത്താൽ അജാമിലന്റെ നാവിൽ നിന്നും നാരായണ എന്ന് ഉച്ചരിക്കപ്പെട്ടത്. തന്റെ ഭക്തൻ തനിക്കു വേണ്ടി ചെയ്യുന്ന ഭക്തിയുത സേവനം ഒന്നും തന്നെ ഭഗവാൻ ഒരിക്കലും മറക്കുകയില്ല. അജാമിലിന്റെ നാവിൽ നിന്നും നാരായണ നാമം അപരാധം കൂടാതെ ഉച്ചരിക്കപ്പെട്ടപ്പോൾ അവിടെ 4 സുന്ദര രൂപികളായ വിഷ്ണുദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു. ഉടൻ തന്നെ അവർ അജാമിലനെ യമദൂതന്മാരാൽ ബന്ധിക്കപ്പെട്ട കയറിൽ നിന്നും മോചിപ്പിച്ചു. പരിഭ്രാന്തരായ യമദൂതന്മാർ യമരാജാവിന്റെ സമക്ഷം ചെന്ന് നടന്നതെല്ലാം വിവരിച്ചു. തന്റെ ദൂതന്മാരുടെ നാവിൽ നിന്നും ഭഗവത് നാമം കേട്ടതിൽ യമരാജൻ സന്തോഷവാനായി. യമരാജൻ തന്റെ ദൂതന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ യജമാനനായിരിക്കാം, എന്നാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണനാണ് സർവ നിയന്താവ്. മാത്രവുമല്ല, അദ്ദേഹം യമദൂതന്മാരോട് ഭഗവത് നാമത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു കൊടുത്തു. ഭഗവത് നാമം ജപിക്കുന്ന ഒരു ഭക്തൻ സദാ ഭഗവാനാൽ സുരക്ഷിതനാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നാമജപം ജപിക്കുന്ന ഒരു വ്യക്തിയെ തന്റെ സമക്ഷത്തോട്ട് കൊണ്ടുവരണ്ട എന്ന് യമരാജൻ പറഞ്ഞു. മാത്രവുമല്ല, യമരാജൻ തന്റെ ദൂതന്മാർ അറിയാതെ ചെയ്തു പോയ അപരാധം, ഒരു വൈഷ്ണവനെ ബന്ധിച്ചതിന് ഭഗവാനോട് ക്ഷമിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതിൽ പിന്നെ യമദൂതന്മാർ ഒരിക്കലും ഒരു ഭക്തനെ നോക്കുവാൻ പോലുമുള്ള ധൈര്യം കാണിക്കാറില്ല. ഇതാണ് നാമജപത്തിന്റെ പ്രാധാന്യം. ഒരു ഭക്തൻ സദാ ഭഗവാനാൽ സംരക്ഷിതനായിരിക്കും. ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധത്തിൽ പറയുന്നു, പ്രായേണ അൽപായസ സഭ്യ കലോ അസ്മിൻ യുഗേ ജന മന്ദസുമന്ദമതയോ മന്ദഭാഗ്യ ഹി ഉപദ്രുത എന്ന്. ഈ കലിയുഗത്തിലെ ജനങ്ങൾ കലഹപ്രിയരാണ്. അവർ അല്പായുസുള്ളവരും
നിർഭാഗ്യവാന്മാരുമാണ്. സദാ അവർ ആകുലരാണ്. ഈ കലിയുഗത്തിലെ ജനങ്ങൾ പ്രായേണ മൂഢന്മാരാണ്. വേദാന്തം മനസ്സിലാക്കുവാനുള്ള വേണ്ടത്ര വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നില്ല. വേദാന്തം എന്നാൽ വൈദിക ശാസ്ത്രത്തിന്റെ ഉച്ചകോടിയാണ്. എന്നാൽ ഭഗവത് നാമത്തിൽ പരമാനന്ദം ലഭിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ വേദാന്തി. മറ്റു 3 യുഗങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ കലിയുഗത്തിൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴി വളരെ എളുപ്പമാണ്. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ ഒരു ഭക്തനായി വന്ന് സ്വയം നമുക്ക് അത് പറഞ്ഞു തന്നിരിക്കുന്നു. അത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപമാണ്. ആധ്യാത്മിക ലോകത്തിൽ നിന്ന് വന്ന ചിന്താമണിയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം 12-ാം സ്കന്ധത്തിൽ പറയുന്നു, കലേർ ദോഷനിധേ രാജൻ അസ്തി ഹേ ഏകോ ഗുണ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വൃജാത്. ഈ കലിയുഗം തെറ്റുകളുടെ ഒരു മഹാസമുദ്രമാണ്. എന്നാൽ ഇവിടെ ഒരു നന്മ അവശേഷിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ ഒരുവൻ ഈ ഭൗതികതയിൽ നിന്നും മുക്തനാവുകയും ദേവസാമ്രാജ്യത്തിലോട്ട് പ്രവേശിക്കുവാൻ അർഹനാവുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ മഹാമന്ത്രം അർത്ഥമാക്കുന്നത് ഇപ്രകാരമാണ്: എല്ലയോ ഭഗവാനെ, എന്നെ സദാ അങ്ങയുടെ ഭക്തിയുത സേവനത്തിൽ നിരതനാക്കിയാലുമെന്ന്. ഒരു ഭക്തന് നന്നായി അറിയാം, ഭക്തിയുത സേവനം ഒന്നുകൊണ്ട് മാത്രമേ ഭഗവാനെ നേടുവാൻ കഴിയുകയുള്ളൂ എന്ന്. ഭഗവത്ഗീത 18-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യശാസ്മി തത്വദഃ തതോ മാം തത്വദോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഭക്തിയുത സേവനം ഒന്നുകൊണ്ട് മാത്രമേ ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ആ ഭക്തി ഒന്നുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് പൂർണ്ണബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിലോട്ട് പ്രവേശിക്കുവാൻ കഴിയും. ഭഗവാന്റെ നാമം നാം പൂർണ്ണ ശ്രദ്ധയോടുകൂടെ വേണം ജപിക്കുവാൻ. ജപിക്കുന്ന നാമം നാം ശ്രവിക്കുകയും വേണം. എപ്രകാരമാണോ കണ്ണാടിയിൽ നിന്നും പൊടി തുടച്ചു മാറ്റപ്പെടുന്നത്, അപ്രകാരം നാമജപത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങൾ തുടച്ചു മാറ്റപ്പെടുന്നു. ജന്മജന്മാന്തരങ്ങളായി നമ്മൾ ആർജിച്ച കർമ്മഫലങ്ങൾ ഭഗവാന്റെ കാരുണ്യത്താൽ ഇല്ലാതാകുന്നു. എപ്രകാരമാണോ നാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയം ചെലവാക്കുന്നത്, അതുപോലെ ഒരു ഭക്തൻ ഭഗവത് നാമത്തിന് സമയം ചെലവാക്കുന്നു. തീർച്ചയായും ആ ഭക്തന് ഭഗവത് കാരുണ്യം ലഭിക്കുക തന്നെ ചെയ്യും. ജപം എപ്പോഴും ജപമാലയിൽ ചെയ്യുന്നതാണ് അത്യുത്തമം. എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് 108 മുത്തുകൾ അടങ്ങുന്ന ജപമാല. 108 മുത്തുകൾ കൂടാതെ ഈ ജപമാലയുടെ തുടക്കത്തിൽ മറ്റൊരു ബീഡുണ്ട്. അതിനെ ഗുരു ബീഡ് അഥവാ മേരു ബീഡ് എന്ന് പറയുന്നു. എപ്പോഴും നാം ജപിക്കേണ്ടത് തള്ളവിരലും നടുവിരലും ഉപയോഗിച്ച് വേണം. ചൂണ്ടുവിരൽ നാം ഒരിക്കലും ജപിക്കുവാൻ ഉപയോഗിക്കുന്നില്ല. കാരണം ചൂണ്ടുവിരൽ നാം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നാം ഈ ഗുരുബീഡിൽ പിടിച്ചുകൊണ്ട് പഞ്ചതത്വ മന്ത്രം ജപിക്കുന്നു. നാം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ അറിയാതെ വരുന്ന അപരാധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നാം പഞ്ചതത്വ മന്ത്രം ജപിക്കുന്നത്. അത് എന്താണെന്ന് ഈ വീഡിയോയുടെ താഴെ ഇടുന്നതാണ്. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ വാസാദി ഗൗരഭക്തവൃന്ദ. അതിനുശേഷം നാം ഗുരുബീഡിനടുത്തുള്ള ബീഡിലോട്ട് പ്രവേശിച്ച് അവിടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുവാൻ തുടങ്ങുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എപ്പോഴും നാം ശ്രദ്ധയോടെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വേണം ഭഗവാന്റെ നാമം ജപിക്കുവാൻ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നിങ്ങനെ എപ്പോഴും ജപിക്കുമ്പോൾ നമ്മുടെ സമക്ഷത്തോടായിരിക്കണം ഈ മുത്തുകൾ നീക്കേണ്ടത്. അതിനുശേഷം നാം അവസാനം 108ാമത്തെ ബീഡിൽ എത്തുകയും നമ്മുടെ ഒരു മാല പൂർത്തീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി ഒരാൾക്ക് ഒരു പ്രാവശ്യം കൂടെ ജപിക്കണമെന്ന ആഗ്രഹമുണ്ടായാൽ
അയാൾ ഒരിക്കലും ഈ ഗുരു ബീഡ് ക്രോസ് ചെയ്യുവാൻ പാടില്ല. അയാളുടെ ജപം ഇപ്രകാരമായിരിക്കണം. അതായത് അയാളുടെ ലാസ്റ്റ് ബീഡ് ഫസ്റ്റ് ബീഡ് ആക്കിക്കൊണ്ട് അയാൾ വീണ്ടും പഞ്ചതത്വ മന്ത്രം ജപിച്ച് അതിനുശേഷം അടുത്ത ബീഡിൽ, ഗുരുബീഡിന് ശേഷമുള്ള ബീഡിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കേണ്ടതാണ്. ഇപ്രകാരം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കുന്നു. അതിലുപരി അയാൾ ഭഗവാന്റെ സംരക്ഷണത്തിലായിരിക്കും. ജപം അതിരാവിലെ ചെയ്യുന്നതാണ് അത്യുത്തമം. ഈ ജപമാല എല്ലാ ഇസ്കോൺ സെന്റേഴ്സിലും ലഭ്യമാണ്. എല്ലാവരും ജപിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ. ഭഗവത് നാമം എന്നത് പരമമായ അമൃതാണ്. ഈ കലിയുഗത്തിൽ ഹരിനാമ ജപത്തിലൂടെ വളരെ എളുപ്പത്തിൽ തിരിച്ചു നമുക്ക് ഭഗവത് ധാമത്തിൽ പ്രവേശിക്കാം. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമേവ കേവലം കലൗ നാസ്തേവ 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 ഗതിർ അന്യത. ഹരിനാമം ജപിക്കുക, ഹരിനാമം ജപിക്കുക, ഹരിനാമം ജപിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ല, മറ്റൊരു വഴിയുമില്ല, മറ്റൊരു വഴിയുമില്ല എന്നാണ് ബൃഹത് നാരദീയ പുരാണം പറയുന്നത്. ഹരേ കൃഷ്ണ. പ്രണാമം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ.